ഞാൻ ഡോക്ടർ പ്രേംലാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക കോസ്മെറ്റിക് സർജറികളാണ്. സൗന്ദര്യം കൂട്ടാനുള്ള ശസ്ത്രക്രിയകൾ, ഒരാളുടെ മൂക്ക് വളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തടി കൂടിപ്പോയി കുറയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി മാത്രമല്ല. കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു 30% താഴെ മാത്രം വരുന്ന കാര്യങ്ങളാണ്. ഈ ക്യാൻസർ രോഗബാധ വന്നിട്ട് ഒരു അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ടി വരികയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുന്നത്, ശരീരത്തിൻ്റെ ആ കൊണ്ടൂർ നിലനിർത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി വിഭാഗമാണ്. അതുപോലെ തന്നെ ഈ വിരലും കൈയൊക്കെ മുറിഞ്ഞു പോകുന്ന ശരീരഭാഗങ്ങളെ തിരിച്ച് തുന്നിച്ചേർത്ത് ശരീരത്തോടൊപ്പം വീണ്ടും ചേർക്കുന്ന ശസ്ത്രക്രിയകളും പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലാണ് ചെയ്യുന്നത്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻസർ രോഗം വന്നിട്ട് ഇപ്പം മാറിലൊക്കെ ക്യാൻസർ വന്ന് മാറെടുത്ത് മാറ്റേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്, അവരുടെ മാനസിക സംഘർഷമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് ആ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ ആ മാറ് റിക്രിയേറ്റ് ചെയ്ത് തിരിച്ച് പഴയതുപോലെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വായിലൊക്കെ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികൾക്ക് ചിലപ്പോൾ താടിയെല്ല് വരെ എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ വരും ആ ആൾക്കാർക്ക് താടിയെല്ല് റീകൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ പുറത്ത് ചതയും മാംസവും അതുപോലെ തന്നെ തൊലിയും വച്ച് പിടിപ്പിച്ച് തിരിച്ചവരെ ഒരു സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറിക്ക് സാധിക്കുന്നതാണ്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്വസ്തി ഫൗണ്ടേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം തുടക്കത്തിലേ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം പൂർണ്ണമായി തന്നെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പല രോഗികളും മെഡിക്കൽ കോളേജിൽ എത്തുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടായതിനു ശേഷമാണ്. അത് ഒഴിവാക്കി നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നതോടുകൂടി ഈ രോഗത്തിൻ്റെ ആരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയും അതിന് വേണ്ട ചികിത്സ അപ്പോഴും കൊടുത്ത് അവരെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അതിനുവേണ്ടി സ്വസ്തി ഫൗണ്ടേഷൻ ചെയ്യുന്ന ഈ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസും ആ ക്യാൻസർ വന്ന രോഗികൾക്ക് വേണ്ടി ചെയ്യുന്ന ചികിത്സാ രീതികളിലുള്ള സഹായവും വളരെയേറെ വിലപ്പെട്ടതാണ്. അത് പാവപ്പെട്ട രോഗികൾക്കും അറിവില്ലാത്ത ആൾക്കാർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സോഷ്യൽ സെറ്റപ്പിന് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.